ഇന്നിപ്പോ വെയിൽ കണ്ട് ചാവും മനുഷ്യൻ. എന്റെ പൊന്നാര കൊയ്യാന്റെ കുട്ടികളും കൊണ്ട് പോയിക്കവിടുന്നേ. ഇവിടെ താറാമ മനുഷ്യനെ കുറച്ച് പണിയുണ്ട്. ഇതിനൊക്കെ ഞാൻ അറിയാതെ ആരെങ്കിലും വളട്ട് കൊടുക്കണ്ട. തൊട്ടാവാടിക്ക് കുലം കുത്തി പൂത്തുക്കണല്ലോ ഒന്നായിട്ട്. ഈ തൊട്ടാവാടിക്ക് പുല്ലിനും മാത്രം അത്ര അധികം പ്രോട്ടീൻ കൊടുത്താൽ കിട്ടുന്നത് പോലക്ക. മനുഷ്യർ കഷ്ടപ്പെട്ട് നട്ടു വളർത്തിയ ഒരു തേങ്ങ ഉണ്ടാവില്ല. ഇതൊക്കെ വെറുതെ ഒരു ആവശ്യമില്ലാതെ വളർന്നു വലുതാവുക. എന്തായാലും നിങ്ങളെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ആ തറ പൊന്തിക്കണില്ലെങ്കിലും കൊല്ലം കൊല്ലം ഇങ്ങനെ പുല്ല് ചെത്തി വൃത്തിയാക്കുന്നുണ്ടല്ലോ, അതിനും വേണം നല്ലൊരു മനസ്സ്. ഇന്ന ഊഞ്ഞാലാട്ടാതാ അടുക്കളയിൽ എന്തി പണി ഉണ്ടെങ്കിൽ അത് പോയി എടുത്തോ ചെല്ല്. അതൊക്കെ ഞാൻ തന്നെയാണ് എടുക്കല്, നിങ്ങളെ മാതിരിയൊന്നല്ല. നിങ്ങൾ തറട്ടോലൊക്കെ ഇവിടെ കുടിയിരിക്കല് കഴിഞ്ഞിട്ട് 4-5 കൊല്ലായി. ഓൽക്കൊക്കെ ഓല കെട്ടിയന്മാരോട് സ്നേഹമുണ്ട്. ഓലൊക്കെ ഓല കെട്ടിയോള സ്വർണം വിറ്റിട്ടാണ് പെരപ്പണി മുഴുവനാക്കിയത്. എന്റെ വായിയല്ല. അതുപോലെ ജന്റെ സ്വർണം തന്നാളെ നമുക്ക് ഇവിടെ വലിയൊരു വീടുണ്ടാക്കാലോ. അത് കണ്ടിട്ട് നിങ്ങൾ പനിക്കണ്ട. അത് ഇവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിവിടെ ഒരു നിലയും വിലയും. അല്ല എത്രയപ്പ എന്റെ നിലയും വിലയും? എനിക്കൊരു 10-35 ലക്ഷം റുപ്യ എന്റെ നിലയും വിലയും ഉണ്ടാവും. അതും കൂടി നിങ്ങൾക്ക് തന്നേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെത്തുന്ന പുല്ലിന്റെ വിലയും കൂടി പിന്നെ എനിക്ക് ഇവിടെ ഉണ്ടാവില്ല. ഒരു 32 പവൻ അല്ലേ? എടി ഇതൊരു പൊടിക്കടങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 ലക്ഷം റുപ്യക്ക് കിടിലം വീട് വെക്കട്ടാ. വേണ്ട, ഒതുങ്ങൂല. എടി ഇപ്പം അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് 50 ലക്ഷം റുപ്യന്റെ വീട് ഉണ്ടാക്കാം. നിങ്ങൾ ഇന്നെ കാക്കണ്ട, സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി. എനിക്കിപ്പോ തൽക്കാലം ഈ പേരും കൂടിയൊക്കെ മതി, അല്ലെങ്കിൽ ഇന്റെ നിലയും വിലയും പോകും. ഒരു സൈസ് ഹൈബ്രിഡ് കാട്ടുകൊതുക് തന്നെ പുല്ലൊക്കെ തിന്നൂല. പശുവിനെ കൊണ്ട് തീറ്റി നോക്ക് വേണ്ടെങ്കിൽ പിന്നെ ഇരിക്കത്തിന പൊന്തുമാണ് പൊന്തട്ടെ ആണെങ്കിൽ മതി. അവനുടെ അച്ഛൻ കനവിൽ വന്നു, ചെവിയിൽ നുള്ളിട്ട് വിധമോദി. മകനെ കുഞ്ഞിക്കുട്ട, പ്രശ്നം മാറാൻ വഴി ഇവിടെ തന്നെയുണ്ട്. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പൂ.